അങ്ങനെ ഡോക്ടർ വന്ന് പറയുന്നുണ്ട് നമ്മുടെ വിക്രത്തിനോട് വേദോട് അനിയൻകുട്ടൻ നിങ്ങളെ രണ്ടാളെയും കാണാമെന്നും പറയുന്നുണ്ട് എന്ന് പറയുന്നത്. എന്തായാലും നമ്മുടെ വിക്രം വേദി അനിയൻകുട്ടനെ കാണാൻ പോകുന്നുണ്ട്. അനിയൻകുട്ടനാണെങ്കിൽ എല്ലാം ഓർമ്മയും തിരിച്ച് വന്നിട്ടുണ്ട്. അനിയൻകുട്ടന് പക്ഷേ ഒരു പേടിയുണ്ട്. എന്നിട്ട് എന്തായാലും നമ്മുടെ വേദ പറയുന്നുണ്ട് അനിയൻകുട്ടൻ നീയാണ് ഇപ്പോൾ നമ്മുടെ പുളിക്കൻ്റെ കേസിൽ ഏക ദൃക്സാക്ഷി, അതുകൊണ്ട് നീ വേണം നമ്മുടെ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണം, അപ്പോഴേ ഞങ്ങൾക്ക് കോടതിയിൽ ഹാജരാക്കിയ വിക്രമിനെ വെറുതെ വിടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അനിയൻകുട്ടൻ എല്ലാം സമ്മതിക്കുന്നുണ്ട്. വിക്രത്തിനാണെങ്കിൽ ഇതൊക്കെ എല്ലാ കഥയും അറിയുന്ന സമയത്ത് വിക്രത്തിനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. പുറത്തേക്ക് സന്തോഷത്തോടു കൂടി വരുന്നുണ്ട്. അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ മടങ്ങണേ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ നാളെ രാവിലെ തന്നെ മടങ്ങണം. ഇന്നത്തെ കല്യാണ ആഘോഷത്തിൽ വേദയ്ക്ക് പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. അവൾക്കൊരു ചെറിയ ആഗ്രഹമുണ്ട്. അതിൽ ഡാൻസൊക്കെ കളിക്കണം എന്ന്. എന്തായാലും അവർ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് നമ്മുടെ വിവാഹ ആഘോഷങ്ങൾ നന്നായി കേയമാക്കുന്നുണ്ട്. പിറ്റേ ദിവസം അവരെന്തായാലും മടങ്ങാൻ നോക്കുന്നുണ്ട്. മടങ്ങിയിട്ട് എന്തായാലും നമ്മുടെ വേദ വിക്രത്തിനെ കോടതിയിൽ മുന്നിൽ ഹാജരാക്കി നമ്മുടെ അനിയൻകുട്ടനെ കൊണ്ട് എല്ലാ സത്യങ്ങളും പറയിപ്പിച്ചിട്ട് എന്തായാലും വിക്രത്തിനെ എത്രയും പെട്ടെന്ന് അവൾ പുറത്ത് കൊണ്ടുവരും. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കേണ്ടത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.